അറിഞ്ഞോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 100 എന്ന് പറഞ്ഞ ആനിമി സീരീസ് ഇതാ മലയാളത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ ആനിമി ടെലികാസ്റ്റ് ചെയ്യുന്നത് കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു TV ചാനലാണ്. ഈ TV ചാനലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ എല്ലാവരും കൊച്ചിലിരുന്ന് കണ്ടൊരു ചാനൽ തന്നെയാണ്. ചാനലിനകത്ത് 100 മലയാളം വന്നിരിക്കുകയാണ്. ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് രാത്രി 9 മണിക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയാണ്. 100 എന്ന് പറഞ്ഞ ആനിമി സീരീസ് മലയാളത്തിൽ അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു ആനിമി അല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സീരീസ് നിങ്ങൾക്ക് നറൂട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ നറൂട്ടോ എന്ന് പറഞ്ഞ സീരീസ് മിക്കുള്ളവർക്ക് ഹുക്കായത് ചൂനിൻ എക്സാം എന്ന് പറഞ്ഞൊരു സംഭവമായിരിക്കും. സോ ഈ 100 എന്ന് പറഞ്ഞ ആനിമി സീരീസും ചൂനിൻ എക്സാം പോലത്തെ ഒരു സംഭവമൊക്കെ തുടങ്ങി ഒരു ലെവലിലോട്ട് പോകുന്ന ഒരു സാധനമാണ്. ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്പോയിലർ ആകത്തേ ഉള്ളൂ. ഞാൻ പറയുവാണെങ്കിൽ ഒരു കിഡിലൻ സീരീസ് തന്നെയാണ് ഈ 100. ഈ സീരീസിന്റെ മലയാളം ഡബ് കാർട്ടൂൺ നെറ്റ്വർക്ക് ഇപ്പോൾ ഫൈനലി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മലയാളം ഡബിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ മലയാളം ഡബ് അവർ ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതല്ല, അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് അവർ മലയാളത്തിൽ ഡബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒക്കെയാണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ അവർ മലയാളത്തിൽ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളം ഡബിലുള്ള ആനിമീസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാക്സിമം അത് പോയി കാണാൻ വേണ്ടി ശ്രമിക്കും. എന്ന് വെച്ചാൽ ഇവരിങ്ങനെ മലയാളത്തിലോട്ട് ഇറക്കുന്ന സമയത്ത് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ 4 ഓഡിയൻസ് പോലും ഇവർക്ക് ലഭിക്കുന്നത് വെച്ചാൽ അത് അവർക്ക് ലോസ് ആണ്. സോ അവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മലയാളത്തിലോട്ട് ഡബ് ചെയ്തത് അവർ സ്റ്റോപ്പ് ചെയ്യും. കയ്യിലുണ്ടാവുന്ന അത്രയും പോലും ആനിമീസ് ഇതുവരെ മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ അതിനകത്തിൽ എടുത്തു പറയാനുള്ള നല്ല രീതിയിൽ തന്നെ ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെറും നറൂട്ടോയും അതുപോലെ തന്നെ ബ്ലാക്ക് ക്ലവറും മാത്രം. 100 വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഇത്ര ആനിമീസ് മാത്രമേ അവർ മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറക്കിയിട്ടുള്ളൂ. ഈ ഇടയ്ക്കായിട്ട് തന്നെ അറിഞ്ഞൊരു സംഭവമാണ്, നമ്മുടെ സോണിയയിൽ ജുജുത്സു കൈസനും അതുപോലെ തന്നെ ഡോക്ടർ സ്റ്റോൺ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇത് റിലീസായ സമയത്ത് എല്ലാ ആൾക്കാരും വിചാരിച്ചു ഇതിന്റെ മലയാളം ഡബ് അവൈലബിൾ ആയിരിക്കും എന്നാണ്. പക്ഷേ എല്ലാവരും തെറ്റിച്ച് മലയാളം ഡബ് മാത്രം ഇറങ്ങിയിട്ടില്ലായിരുന്നു. ബാക്കിയുള്ള മിക്ക ഭാഷയിലും അവർ ഡബ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. മെയിൻ പ്രശ്നം ഓഡിയൻസ് തന്നെയാണ്. സോ മിക്കുള്ളവരും ഇങ്ങനെ മലയാളം ഡബ് ഇറങ്ങി അറിയുന്ന സമയത്ത് ഏതെങ്കിലും ഉള്ള ഫ്രീ സൈറ്റ്സിൽ കയറിയോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ പോയോ ഡൗൺലോഡ് ചെയ്ത് അങ്ങ് കാണും. എന്തോ അവർക്ക് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓട്ടോമാറ്റിക്കലി അവർ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കേരളത്തിലുള്ള ഓഡിയൻസിന്റെ മെയിൻ പ്രോബ്ലം തന്നെയാണ്. പിന്നെ മാക്സിമം നിങ്ങൾ കണ്ട് തന്നെ എന്ന് വെച്ചാൽ അവരുടെ ചാനലിൽ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു എപ്പിസോഡ് മിസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യല്ലെന്നോ അല്ലെങ്കിൽ ടെലഗ്രാം യൂസ് ചെയ്യല്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. സോ നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ ആൾക്കാരും ചാനലിൽ തന്നെ പോയിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമേ ഫ്യൂച്ചറിൽ മലയാളം ഡബ് ആനിമീസ് വരാൻ വേണ്ടി പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇൻഡസ്ട്രി തന്നെ തകർന്നു പോകും. എന്ന് വെച്ചാൽ നിങ്ങൾ ആനിമീസ് അത് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജാപ്പനീസ് ആയിരിക്കും നിങ്ങൾ മെയിൻ ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. മിക്കുള്ള ആൾക്കാരും ഇത് കാർട്ടൂൺ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ തെള്ളി വിട്ടേക്കുവാണ്. അത് മാത്രമല്ല ഇതിന്റെ ഭാഷ ജാപ്പനീസും കൂടാണ്. അതുകൊണ്ട് തന്നെ മിക്കുള്ള ആൾക്കാരും ഇത് കാണാതെ ഇങ്ങനെ തെള്ളി വെച്ചിരിക്കുകയാണ്. സോ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ മലയാളം ഡബ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ആയിക്കൊണ്ടിരുന്നാൽ സോ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ അങ്ങനെ കേരളത്തിലെ ആനിമി എന്ന് പറഞ്ഞ കാര്യം ഒന്നും കൂടെ വളരാൻ വേണ്ടി തുടങ്ങും. സോ എനിക്ക് ഇപ്പോഴും അറിയാം ഒരുപാടധികം ആൾക്കാർ കാർട്ടൂൺ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആനിമീസിന് ഇങ്ങനെ തെള്ളി വെച്ചിട്ടുണ്ട്. സോ അവർക്കൊന്ന് കാണാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിരിക്കും. സോ ഒരു ആനിമി ഒന്ന് കണ്ടൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഇരുന്ന് കുറേ സാധനം ഇരുന്ന് കാണും. സോ അത് കാണാൻ വേണ്ടി ഈ മലയാളം ഡബ് എന്ന് പറയുന്ന സംഭവം ഒന്ന് സപ്പോർട്ട് ചെയ്യും. കുട്ടികളും ആനിമീസ് കാണാൻ വേണ്ടി തുടങ്ങും. സോ ആനിമീസ് കാണാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അവർക്ക് ജനിച്ചു വരുമ്പോഴേ സബ് ടൈറ്റിൽ നോക്കി വായിച്ച് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഇതില്ല. സോ അങ്ങനെ മലയാളം തന്നെ വേണം. സോ ഈ മലയാളം ഇറങ്ങണം. സോ മലയാളത്തിൽ ഇറങ്ങണമെങ്കിൽ എന്തുവാ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിലെ ആനിമീസ് വളരത്തുള്ളൂ. അത്രയല്ല ഇപ്പോഴത്തെ ഡബ്ബിങ് അല്ലായിരിക്കും കുറച്ച് ഏറെ വർഷം കഴിയുന്ന സമയത്തുള്ള ഡബ്ബിങ്. സോ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. സംബന്ധിച്ചാൽ ഇപ്പം തന്നെ അത്രയ്ക്ക് വോയിസ് ആക്ടേഴ്സ് ഒന്നുമില്ല ആനിമീസിന് ഡബ് ചെയ്യാൻ വേണ്ടി. ഒരേ ആൾ തന്നെ 5-6 ക്യാരക്ടേഴ്സിന് സൗണ്ട് മാറ്റിയാണ് ആനിമീസിന് ഇപ്പം മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടിയാൽ അവർ മാക്സിമം അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പം കാർട്ടൂൺ നെറ്റ്വർക്ക് സോണിയ പോലത്തെ സംഭവങ്ങളാണ് ഇപ്പം ആനിമീസ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് മാക്സിമം ഇവർ ഇറക്കുന്ന സ്റ്റുഡിയോസ് തന്നെ അത് ഡബ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഫ്യൂച്ചറിൽ ഇംഗ്ലീഷൊക്കെ ഡബ് ചെയ്യുന്നത് പോലെ തന്നെ മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജും അവർ ഡബ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ അങ്ങനെ എന്തുവാ മലയാളം ഡബ് കിഡിലായിട്ട് ഇറക്കാൻ വേണ്ടി തുടങ്ങും അവർ. സോ അങ്ങനെ ഇറക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി മലയാളം ഡബ്ബഡ് ആനിമീസ് കാണാൻ വേണ്ടി എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലായിരിക്കും. കാരണം എല്ലാ ആൾക്കാർക്കും കറക്റ്റ് 9 മണിക്ക് വന്നിരുന്ന് ഈ സാധനത്തിൻ്റെ മലയാളം ഇരുന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് കാണാൻ വേണ്ടി സമയം കിട്ടത്തില്ല. സോ ചിലവർക്ക് എപ്പിസോഡ്സ് മിസ്സാവും. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് 4 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. സോ അങ്ങനെ TV-ക്കകത്ത് ഈ ആനിമയുടെ എപ്പിസോഡ് 13 ആയിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് തുടക്കം തൊട്ട് കണ്ടാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. ആൾക്കാർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷനായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളെല്ലാവരും
ചാനലിൽ പോയി ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ TV ചാനലുകളിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് പറയാനുണ്ട്, എനിക്കിത് കാർട്ടൂൺ നെറ്റ്വർക്ക് പൈസ കൊണ്ട് തന്നിട്ടൊന്നുമല്ല ഞാനിങ്ങനെ പറയുന്നത്. അതുമല്ല എന്നെ പോലത്തെ ഒരു ഇത്രയുള്ളൊരു ചാനലൊന്നും അവർ പൈസ ഒന്നും തരത്തില്ല, വേറെ കാര്യം. എന്നാൽ ചിലവന്മാർ വിചാരിക്കും ഞാനിത് പൈസ തന്നിട്ടാണ് ഇത് പറയുന്നതെന്ന്. എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളാണ് കേരളത്തിൻ്റെ ആനിമയുടെ വളർച്ചയുടെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ഡിസിഷൻസ്. അത്രയേ ഉള്ളൂ. ബൈ. എനിക്കറിയാം നിങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് കൈജു നമ്പർ എപ്പിസോഡ് എന്തി, ഡോക്ടർ സ്റ്റോണിൻ്റെ എപ്പിസോഡ് എന്തി, ഫ്രാഗ്മെൻറ്റ് ഓഫ് ദ ഫ്ലവറിൻ്റെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ എന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഇട്ട് കാണും. സംബന്ധിച്ച് എൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് ഇപ്പോഴും ഉണ്ട്. ഇന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നു. ഇന്ന് വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ആകെ കൂടെ 3 ദിവസമായിരിക്കും അവധി കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ അതിൽ ഒരു ദിവസം ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യും. ഞാൻ അടുത്ത ദിവസം ഇരുന്ന്